നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.81 വിജയ ശതമാനം. 3,70,642 കുട്ടികൾ പരീക്ഷ എഴുതി. ഇതിൽ 2,88,394 പേർ ഉപരിപഠനത്തിനായി യോഗ്യരായി. കുട്ടികളിൽ സമ്മർദ്ദം ലഘൂകരിക്കാനും ഉല്ലാസത്തിനുമായി സ്കൂളുകളിൽ പ്രത്യേക സമയം ഏർപ്പെടുത്തണമെന്ന മുഖ്യമന്ത്രി. രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ RSS നേതാവായ ഗുരുമൂർത്തിയെ പങ്കെടുപ്പിച്ചതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത്. രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കുള്ള വേദിയല്ല രാജ്ഭവൻ എന്ന വി ഡി സതീശൻ. കാര്യങ്ങൾ പഠിക്കാതെ പറയുന്ന ആളെന്ന വി ഡി സതീശൻ എന്ന BJP നേതാവ് വി മുരളീധരൻ. എറണാകുളത്ത് 4 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത്. കുട്ടിയെ കഴിഞ്ഞ 1 വർഷമായി പീഡിപ്പിച്ചിരുന്നതായി അച്ഛന്റെ സഹോദരനായ പ്രതി മൊഴി നൽകി. SFI തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് BJPയിൽ ചേർന്നു. CPM മരുമക്കത്തായത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഇടമില്ലാത്ത അവസ്ഥയാണെന്ന ഗോകുൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.81 വിജയ ശതമാനം. 3,70,642 കുട്ടികൾ പരീക്ഷ എഴുതി. ഇതിൽ 2,88,394 പേർ ഉപരിപഠനത്തിന് യോഗ്യരായി. സർക്കാർ സ്കൂളുകളിൽ 73.23 വിജയ ശതമാനം. 78.69 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം. 30,145 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. വിജയ ശതമാനം കുറവ് കാസർഗോഡ് ജില്ലയിലാണ്. കുട്ടികളിൽ സമ്മർദ്ദം ലഘൂകരിക്കാനും ഉല്ലാസത്തിനുമായി സ്കൂളുകളിൽ പ്രത്യേക സമയം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളർന്നുവരുന്ന തലമുറ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന കാര്യം രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുപോലെ ബോധ്യപ്പെടുത്തണം. കുട്ടികൾക്ക് കളിച്ചു വരാനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടത്. ഇതിനായി സ്കൂൾ വിടുന്നതിന് മുമ്പ് നിശ്ചിത സമയം കുട്ടികൾക്ക് കളിക്കുവാനുള്ള സമയം അനുവദിക്കണം. എല്ലാ സ്കൂളുകളിലും അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്യണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കൊച്ചി കാലടി A+ ഈ വേറൊരു കണക്കെടുത്താൽ ഈ ഗ്രേഡിംഗ് ഉണ്ട്. പൊതു യൂണിവേഴ്സിറ്റികളെ വെച്ചുകൊണ്ട് ഒരു ഗ്രേഡിംഗ്. ആ ഗ്രേഡിങ്ങിൽ രാജ്യത്തെ 12 യൂണിവേഴ്സിറ്റികൾ 3 നമ്മുടെ കേരളത്തിൻ്റെതാണ്. ആദ്യത്തെ ഒരു ഡസൻ. 9ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി, 10ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43ാം സ്ഥാനത്ത്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ 100 കോളേജ്, അതിൽ 16 കോളേജ് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിൽ ശാക്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കും. ഗവേഷണം നല്ല രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. നമ്മുടെ കേരളത്തിന്റെ കാർഷിക രംഗം 2016 എല്ലാ മേഖലയും തകരുമ്പോൾ കാർഷിക മേഖലയ്ക്കും വലിയ തകർച്ചയും. അന്ന് വെറും 2% മാത്രമായിരുന്നു വളർച്ച. നമുക്കത് ഇരട്ടിയിലധികമാക്കാൻ കഴിയും. 4.64% ഇപ്പോൾ വളർച്ച. നെൽകൃഷി 2016 1,70,000 ഹെക്ടറിലായിരുന്നു നെൽകൃഷി ഉണ്ടായി. ഇപ്പോഴത് 2,23,000 ഹെക്ടറിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. കഴിഞ്ഞ 2 വർഷം 8,268 ഹെക്ടർ നെൽകൃഷി പുതുതായി ആരംഭിക്കാനായി. നെല്ലിന്റെ ഉൽപാദനക്ഷമത നല്ല തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. യുവാക്കൾക്കിടയിൽ രാസലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് സർക്കാർ ഗൗരവപരമായാണ് കാണുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിലെ ഈ മനോഭാവം ഭീതിജനകമാണ്. രാസലഹരി ഭാവി തലമുറയെ തന്നെ ബാധിക്കും. ഇതിനെതിരെ നല്ല തയ്യാറെടുപ്പാണ് സർക്കാർ നടത്തുന്നത്. നിരന്തരമായ ചർച്ചകൾക്ക് ശേഷം നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സ്കൂൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ ശക്തമാക്കും. ഇതിനായി വിദ്യാർത്ഥികളോട് നിരന്തരം ഇടപെടുന്ന അധ്യാപകർ കൗൺസിലർമാരായി മാറുകയാണ് വേണ്ടത്. അതിനുള്ള പരിശീലനം സർക്കാർ തലത്തിൽ നൽകും. ഒരു വിദ്യാർത്ഥി മയക്കുമരുന്നിന് അടിമപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് രഹസ്യമാക്കി വെക്കരുതെന്നും കൃത്യമായ കൗൺസിലിങ്ങും മറ്റും നൽകി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ പൊതുജീവിതത്തിലേക്ക് കടന്നു വരുന്നവരെ ഒറ്റപ്പെടുത്തരുതെന്നും ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. M5 ന്യൂസ്, മലപ്പുറം.
ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ രാജ്ഭവൻ സംഘടിപ്പിച്ച പരിപാടിയിൽ RSS നേതാവായ ഗുരുമൂർത്തിയെ പങ്കെടുപ്പിച്ചതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത്. മുൻ കേന്ദ്ര സർക്കാരുകളെയും മുൻ പ്രധാനമന്ത്രിയെയും കുറിച്ച് അതിശയകരമായ പരാമർശങ്ങളാണ് ഗുരുമൂർത്തി അവിടെ നടത്തിയത്. ഇത്തരം രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കുള്ള വേദിയല്ല രാജ്ഭവനെന്നും VD സതീശൻ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഒരു പരിപാടിയിൽ അറിയപ്പെടുന്ന ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചിരിക്കുകയാണ്, ശ്രീ ഗുരുമൂർത്തിയെ കൊണ്ട്. അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗത്തിൽ ഇതിനു മുൻപുണ്ടായിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റുകളെക്കുറിച്ചും പ്രധാനമന്ത്രിമാരെക്കുറിച്ചും അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് നടത്തിയത്. ഇത്തരം രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്താൻ, വിവാദങ്ങൾ പറയാൻ ഉള്ള സ്ഥലമല്ല രാജ്ഭവൻ. രാജ്ഭവൻ ഈ സംസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഗവർണറുടെ ആസ്ഥാനമാണ്. അവിടെ നടക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ പരിപാടി നടത്തുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു വിരോധമില്ല. അതിൽ മിലിറ്ററി എക്സ്പെർട്ടുകളെ കൊണ്ടുവന്നോ, വിദഗ്ധന്മാരെ കൊണ്ടുവന്നോ, വിദേശകാര്യ വിദഗ്ധന്മാരെ കൊണ്ടുവന്നോ പ്രഭാഷണ പരമ്പരകൾ നടത്തുന്നതിലോ, സർക്കാർ അവിടെ ചെയ്ത കാര്യങ്ങൾ, സൈന്യം അവിടെ ചെയ്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും യാതൊരു വിരോധമില്ല. പക്ഷേ രാജ്ഭവനിൽ ഔദ്യോഗികമായി ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും ഗവൺമെൻറ്റിനെതിരായിട്ട്, ഇതിനു മുമ്പുള്ള ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത് ദൗർഭാഗ്യകരമാണ്, അത് അനൗചിത്യമാണ്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഉള്ള പ്രതിഷേധം ഗവർണറെ അറിയിക്കണം എന്നാണ്. ഞങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കുന്നു. അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അറിയപ്പെടുന്ന ഒരു RSS നേതാവ് വന്ന് രാഷ്ട്രീയ പ്രസംഗം രാജ്ഭവനിൽ നടത്താൻ പാടില്ല. അതിന് ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. സർക്കാർ ഇതിൻ്റെ അഭിപ്രായം മുഖ്യമന്ത്രി വ്യക്തമാക്കണം, ഗവർണറെ പ്രതിഷേധം അറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രാജ്ഭവനിലെ ഗുരുമൂർത്തിയുടെ പ്രസംഗം വിശദീകരണം നൽകാനുള്ള ചുമതല തനിക്കില്ലെന്ന V മുരളീധരൻ. VD സതീശൻ രാഹുൽ ഗാന്ധിയുടെ മികച്ച ശിഷ്യനാണെന്നും കാര്യങ്ങൾ പഠിക്കാതെ പറയുന്ന ആളാണെന്നും ഗുരുമൂർത്തി ആരെന്ന് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നും BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. അല്ല, ഒന്നാമത്തെ കാര്യം, രാജ്ഭവനിൽ നടന്ന പരിപാടിയെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും വിശദീകരണം നൽകാനുള്ള ഉത്തരവാദിത്തമോ ചുമതലയോ എനിക്കില്ല. അത് രാജ്ഭവൻ്റെ PROയോ അല്ലെങ്കിൽ രാജ്ഭവനിലെ ബന്ധപ്പെട്ട അധികാരികളോട് ആരോടെങ്കിലുമാണ് സംസാരിക്കേണ്ടത്. പക്ഷേ എനിക്ക് രാജ്ഭവന് വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. പക്ഷേ ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ശ്രീ VD സതീശൻ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അനുയോജ്യനായിട്ടുള്ളൊരു ശിഷ്യനാണെന്നുള്ളതാണ്. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെ വായി തോന്നിയത് പറയുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. VD സതീശൻ അതിന് പറ്റിയൊരു ശിഷ്യനായതുകൊണ്ട് അതേ പാതയിലാണ് ഇപ്പോൾ VD സതീശനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകളിൽ കേന്ദ്രീകരിച്ച സംസ്ഥാന വ്യാപക ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കി. 82 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർത്തിവെച്ചു. സംസ്ഥാനത്തെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, വഴിയോര കടകൾ എന്നിവിടങ്ങളിൽ ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മെയ് 19, 20 തീയതികളിൽ വൈകിട്ട് 4 മുതൽ 8 വരെയാണ് പരിശോധനകൾ നടത്തിയത്. ജില്ലകളിൽ 2 ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ ഉൾപ്പെടുന്ന പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചായിരുന്നു പരിശോധന. ആകെ 1648 പരിശോധനകളാണ് നടത്തിയത്. വിശദ പരിശോധനയ്ക്കായി സ്ഥാപനങ്ങളിൽ നിന്നും 188 സാമ്പിളുകൾ ശേഖരിച്ച് ലാബുകളിൽ പരിശോധനയ്ക്ക് അയച്ചു. മറ്റ് അപാകതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങളിൽ 264 സ്ഥാപനങ്ങൾക്ക് പിഴ ഒടുക്കുന്നതിനുള്ള നോട്ടീസ് നൽകുകയും 249 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസുകൾ നൽകുകയും 23 സ്ഥാപനങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസുകൾ നൽകുകയും ചെയ്തു. നിയമപരമായ ലൈസൻസ് ഇല്ലാതെയും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ വിരുദ്ധമായും പ്രവർത്തിക്കുന്ന 82 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. സ്ഥാപനങ്ങളിലെ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം, സ്ഥാപനത്തിൻ്റെ ശുചിത്വം, ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഗുണനിലവാരം, പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് എന്നിവ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി. വീഴ്ച കണ്ടെത്തുന്ന സാഹചര്യത്തിൽ FSS ആക്ട് 2006 ആൻഡ് റൂൾസ് 2011 പ്രൊവിഷൻസ് വിധേയമായി അടിയന്തര തുടർ നടപടി സ്വീകരിക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. M5 ന്യൂസ്, തിരുവനന്തപുരം. ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെ 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഫലം പ്രസിദ്ധീകരിച്ചത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് 6 വിദ്യാർത്ഥികളുടെ ഫലം പ്രസിദ്ധീകരിച്ചത്. കേസിൽ കുറ്റാരോപിതരായ പ്രതികൾക്ക് +1 പ്രവേശനത്തിനായി അപേക്ഷിക്കുന്നതിൽ തടസ്സമില്ല എന്നും കോടതി വ്യക്തമാക്കി.
എന്നാൽ കോടതി പറഞ്ഞതുകൊണ്ടാണ് അനുസരിച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഇന്നലെയാണ് ഫലം പ്രസിദ്ധീകരിച്ചത്. കുറ്റവാളികളുടെ SSLC ഫലം പ്രസിദ്ധീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു. ക്രിമിനൽ ഗൂഢാലോചന നടത്തിയ കുട്ടികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ചത് സമൂഹത്തിന് സന്ദേശം എന്ന നിലയിലാണ്. അതിനെ മറികടന്ന് ഫലം പ്രസിദ്ധീകരിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണെന്ന് പിതാവ് ബാലാവകാശ കമ്മീഷൻ അയച്ച പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം എങ്ങനെയാണ് തടഞ്ഞുവെക്കാൻ സാധിക്കുകയെന്ന് കോടതി ചോദിച്ചു. കുറ്റകൃത്യവും പരീക്ഷാഫലവും തമ്മിൽ ബന്ധമില്ലല്ലോ എന്നും കോടതി ചോദിച്ചിരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിന്റെ കൊലപാതകത്തിൽ സമപ്രായക്കാരായ 6 വിദ്യാർത്ഥികളെയാണ് പോലീസ് പ്രതി ചേർത്തിരുന്നത്. ഇവർ SSLC പരീക്ഷ എഴുതുന്നതിനെതിരെ വലിയ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. തുടർന്ന് വെള്ളിമാടുകുന്നുള്ള പ്രത്യേക കേന്ദ്രത്തിൽ വെച്ചാണ് 6 പേരും പരീക്ഷ പൂർത്തിയാക്കിയത്. ട്യൂഷൻ സെന്ററിലെ വാക്കേറ്റത്തിന് പിന്നാലെയുണ്ടായ സംഘർഷത്തിലാണ് ഷഹബാസ് കൊല്ലപ്പെട്ടത്. നെഞ്ചാക്ക് ഉപയോഗിച്ചുള്ള അടിയിൽ തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമായിരുന്നു മരണകാരണം. M5 ന്യൂസ്, വയനാട്. എറണാകുളത്ത് 4 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത്. കുട്ടിയെ കഴിഞ്ഞ 1 വർഷമായി പീഡിപ്പിച്ചതായി അച്ഛന്റെ സഹോദരൻ പ്രതി മൊഴി നൽകി. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കുട്ടിയെ കഴിഞ്ഞ 1 വർഷമായി പീഡിപ്പിച്ചിരുന്നതായി അച്ഛന്റെ സഹോദരനായ പ്രതി മൊഴി നൽകി. നിലവിൽ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ കുട്ടിയുടെ അച്ഛന്റെ സഹോദരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടിയെ ഏറ്റവും ഒടുവിൽ ബലാത്സംഗം ചെയ്തത് തിങ്കളാഴ്ച രാവിലെയാണെന്ന് ബന്ധു മൊഴി നൽകി. അന്നേ ദിവസം രാത്രിയാണ് കുട്ടിയെ അമ്മ പാലത്തിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞു കൊന്നത്. പുലർച്ചെയാണ് കുട്ടിയുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. നേരത്തെ പ്രതി ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്ന് പോലീസിന് സംശയമുണ്ട്. പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചില്ല. തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അബദ്ധം പറ്റി എന്ന് പ്രതി സമ്മതിക്കുകയായിരുന്നു. കുട്ടി ക്രൂര ബലാത്സംഗത്തിന് ഇരയായി എന്നാണ് കണ്ടെത്തൽ. കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരനെയാണ് പോക്സോ കുറ്റം ചുമത്തി പുത്തൻകുരിശ് പോലീസ് പിടികൂടിയത്. കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്ത് വീട്ടിൽ നിരന്തരം ചൂഷണം ചെയ്തതായി പ്രതി സമ്മതിച്ചു. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിലാണ് നടുക്കുന്ന വിവരം പുറത്തു വന്നത്. എറണാകുളത്ത് 4 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞുകൊന്ന കേസിൽ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുൻപാണ് പെൺകുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കുഞ്ഞിന്റെ മൃതദേഹത്തിലെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ കുഞ്ഞ് ക്രൂര ബലാത്സംഗത്തിന് ഇരയായതായി ഫോറൻസിക് സർജൻ കണ്ടെത്തിയിരുന്നു. 1-2 വട്ടമല്ല, നിരന്തരം കുഞ്ഞിനെ ചൂഷണം ചെയ്തതായി ഡോക്ടർ പോലീസിനെ അറിയിച്ചു. തെളിവുകൾ ഓരോന്നായി നിരത്തിയതോടെ പ്രതി കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് പറയുന്നു. തനിക്ക് കയ്യബദ്ധം പറ്റിയെന്ന് പറഞ്ഞ പ്രതി പിന്നീട് പൊട്ടിക്കരഞ്ഞുവെന്നാണ് പോലീസ് പറഞ്ഞത്. അച്ഛന്റെയും അമ്മയുടെയും പരിചരണം വേണ്ടവിധം ലഭിക്കാത്ത കുഞ്ഞ് ബന്ധുക്കൾക്കൊപ്പമായിരുന്നു ഏറിയ സമയവും. ഇത് പ്രതി മുതലെടുത്തു എന്നാണ് പോലീസിന്റെ നിഗമനം. M5 ന്യൂസ്, എറണാകുളം. SFI തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് BJPയിൽ ചേർന്നു. ഗോകുലിനെ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ നേരത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. CPM മരുമക്കത്തായത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഇടമില്ലാത്ത അവസ്ഥയെന്ന് ഗോകുൽ പറഞ്ഞു. കുടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ഗോകുൽ ഗോപിനാഥ്. ഗോകുലിനെ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ നേരത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. 17 വർഷം CPMന്റെ ഭാഗമായിരുന്നു. CPMൽ പെട്ടിത്തൂക്ക രാഷ്ട്രീയമാണ്. തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചത് അങ്ങനെയല്ല. ഒരു പവർ സിൻഡിക്കേറ്റാണ് പാർട്ടിയെ നയിക്കുന്നത്. CPM മരുമക്കത്തായത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഇടമില്ലാത്ത അവസ്ഥയാണ്. രാഷ്ട്രബോധമെന്ന രാഷ്ട്രീയമായിരിക്കും ഇനി തന്നെ നയിക്കുകയെന്നും ഗോകുൽ പറഞ്ഞു. തിരുവനന്തപുരത്തെ SFIയെ സെക്രട്ടറി എന്ന രീതിയിൽ നയിച്ച്, സംസ്ഥാനത്തെ SFIയെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന രീതിയിൽ നയിച്ച്, സർവകലാശാലയിലെ ചുമതലകൾ വഹിച്ച്, ഈ ചുമതലകളെല്ലാം എന്നിലെത്തുന്നത് ഏതെങ്കിലും ഒരു ആളിൻ്റെ, സാധാരണയായി CPMൽ നിന്ന് കാണുന്നത് പോലെ പെട്ടിതൂക്കുകാരുടെ ഒരു ശിങ്കിടിയായിട്ടല്ല, ഒരു കൂലിപ്പണിക്കാരൻ്റെ, ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മകനായിട്ടാണ് ജനിക്കുന്നത്. ആ കെട്ടിട നിർമ്മാണ തൊഴിലാളി എന്ന എൻ്റെ അച്ഛൻ്റെ മകനായി ഞാൻ ജനിച്ച് ഒരു വ്യക്തിയുടെയും താല്പര്യത്തിൻ്റെ പേരിലല്ല, എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മെറിറ്റാണ് ചുമതലകളിലേക്ക് ഞാൻ എത്തിയത്. ഇവിടെ BJPയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നതല്ല. BJP എൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ല, മറിച്ച് ഇതെൻ്റെ ഇഷ്ടമാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയാണോ കഴിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചത്, അതിനേക്കാൾ കൂടുതൽ ഊർജ്ജത്തോടെ, കൂടുതൽ കരുത്തോടെ, ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള തത്വശാസ്ത്രത്തിൻ്റെയോ നീതിശാസ്ത്രത്തിൻ്റെയോ ഭാഗമായിട്ടല്ല, മറിച്ച് രാഷ്ട്രബോധമെന്ന രാഷ്ട്രീയ ബോധത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ആളുകളിൽ ഏറ്റെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. താൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ നൃത്തം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. അത് മദ്യപിച്ചാണെന്ന വ്യാജ പ്രചരണം CPM കേന്ദ്രങ്ങളിൽ നിന്നും മാധ്യമങ്ങൾക്ക് നൽകി തന്നെ പുറത്താക്കാനായി നടത്തിയ നീക്കമായിരുന്നു അതെന്നും ഗോകുൽ പറഞ്ഞു. നിലവിലും ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു.
6 മാസമായി സജീവമല്ലായിരുന്നുവെന്നും ഗോകുൽ കൂട്ടിച്ചേർത്തു. ഞാൻ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നു. അത് നിങ്ങൾ മാധ്യമങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്താണെന്ന് ഞാൻ പറയുന്നില്ല. CPM-ന്റെ ചില നേതാക്കന്മാർ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഞാൻ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി അവർ നിങ്ങൾക്ക് നടത്തി തന്ന ഇൻ്റർപ്രിട്ടേഷനാണ്. അവർ ഉണ്ടാക്കിയ, അവർ കുക്ക് ചെയ്തെടുത്ത ഒരു കഥയാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ. അത് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് അതൊരു വിനോദാഭാസമാണ്. മാറാത്തത് പലതും മാറുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ്, മാറാത്തത് ഇനി മാറും. അപ്പോൾ 27 വയസ്സുള്ള ഗോകുൽ ഗോപിനാഥ് BJP ചേരുമ്പോൾ ഇത് മാറാത്തത് ഇനി മാറുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു തെളിവാണ്. ഈ വികസിത കേരളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാണ് യൂത്ത്. അപ്പോൾ ഗോകുൽ ഗോപിനാഥ് ഇവിടെ വന്ന് BJP മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ ഒരു താല്പര്യം കാണിക്കുമ്പോൾ ഇതൊരു ക്ലിയർ മെസ്സേജാണ്. വികസിത കേരളം സൃഷ്ടിക്കാൻ BJPക്ക് മാത്രമേ കഴിയുന്നുവെന്ന് യുവാക്കൾക്കറിയാം. അതിന് തെളിവാണ് ഗോകുലിന്റെ BJP പ്രവേശനം. CPM-ലും കോൺഗ്രസിലും രാജവാഴ്ചയാണ്. അതിന്റെ ഭാഗമായി അഴിമതിയും ദുർഭരണവും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. M5 ന്യൂസ്, തിരുവനന്തപുരം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പൂർത്തീകരണ ഘട്ടത്തിൽ ഉണ്ടായ സാഹചര്യങ്ങളെ സുവർണ അവസരമാക്കി പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് മന്ത്രിയുടെ പ്രതികരണം. NH66 നിർമ്മാണത്തിനിടയിൽ ചിലയിടങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയതാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ചു മുൻപോട്ട് പോകും. സ്വന്തം ഭരണകാലത്തെ കഴിവുകേട് മൂലം ഇല്ലാതായ മലയാളികളുടെ സ്വപ്ന പദ്ധതിയായ ദേശീയപാത വികസനം തുടക്കത്തിലെ മുടക്കാമെന്നും തടയാമെന്നും കരുതിയ UDF പൂർത്തീകരണ ഘട്ടത്തിൽ സാഹചര്യത്തെ സുവർണാവസരമാക്കി പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, M5 ന്യൂസ്. മലപ്പുറം കൂരിയാട് ദേശീയപാത അടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ നടപടിയുമായി കേന്ദ്രം. നിർമ്മാണ കരാർ കമ്പനിയായ KNR കൺസോർഷ്യസിനെ ഡീബാർ ചെയ്തു. കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന്റേതാണ് നടപടി. പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. കൂടുതൽ കരാർ കമ്പനിക്കെതിരെ നടപടിയുണ്ടായേക്കും. മലപ്പുറം വളാഞ്ചേരിയിൽ യുവതിക്ക് നിപ്പ ബാധിച്ചതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും കണ്ടെയ്ൻമെന്റ് സോണുകളും പിൻവലിച്ചു. കൂടുതൽ പേർക്ക് നിപ്പ ബാധിക്കാത്ത സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ പിൻവലിച്ച ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. വളാഞ്ചേരി മുനിസിപ്പാലിറ്റി 2-ാം വാർഡിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പത്തനംതിട്ട കൊന്നുമൂട്ടിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ച സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന യുവാവ് അറസ്റ്റിൽ. വടശ്ശേരിക്കര സ്വദേശി ജസ്റ്റിനാണ് അറസ്റ്റിലായത്. ജസ്റ്റിൻ വാഹനം ഓടിച്ചിരുന്ന മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് ശേഷം പത്തനംതിട്ട കൊന്നമൂട്ടിലായിരുന്നു കാറും സ്കൂട്ടറും ഇടിച്ച് അപകടമുണ്ടായത്. അമിത വേഗതയിൽ ജസ്റ്റിൻ ഓടിച്ച കാർ സ്കൂട്ടർ യാത്രികനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഓമല്ലൂർ സ്വദേശിയും ബസ് ഡ്രൈവറുമായ ജോബിനാണ് അപകടത്തിൽ മരിച്ചത്. ജോബിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന അടൂർ സ്വദേശി സുബിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സുബിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റി. M5 ന്യൂസ്, പത്തനംതിട്ട. തൃശൂർ അക്കിക്കാവിലുണ്ടായ വാഹനാപകടത്തിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കൊട്ടിക്കര പാതക്കര കൊച്ചുപറമ്പിൽ മെഹബൂബിന്റെ മകൻ അൽ ഫൗസാൻ ആണ് മരിച്ചത്. സൈക്കിളിൽ യാത്ര ചെയ്തിരുന്ന അക്കിക്കാവ് TMHS സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച ഫൗസാൻ. വ്യാഴാഴ്ച രാവിലെ 10:30 അക്കിക്കാവ് ജംഗ്ഷനിലാണ് അപകടം നടന്നത്. കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന പിക്കപ്പ് വാൻ കരിക്കാട് ഭാഗത്തു നിന്ന് വന്നിരുന്ന വാഗണർ കാറിൽ ഇടിച്ചതിന് ശേഷം സ്കൂട്ടറിലും സൈക്കിളിലും ഇടിക്കുകയായിരുന്നു. ഗുരുതരമായ പരിക്കേറ്റ അൽ ഫൗസാനെ നാട്ടുകാർ ഉടൻ തന്നെ പെരുമ്പലാവ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അൽ ഫൗസാന്റെ ഉപ്പ മെഹബൂബും ഉമ്മ സുലേഖയും ആശുപത്രി ജീവനക്കാരാണ്. അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരനായ കൊങ്ങൂർ വന്നേരി വളപ്പിൽ സുലൈമാൻ അൻസാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. M5 ന്യൂസ്, തൃശൂർ. നടൻ സന്തോഷ് കീഴാറ്റൂരിന്റെ മകനും സുഹൃത്തുക്കൾക്കും നേരെ BJP പ്രവർത്തകരുടെ ആക്രമണമെന്ന പരാതി. ഫ്ലക്സ് ബോർഡിലേക്ക് കല്ലെറിഞ്ഞത് ചോദ്യം ചെയ്തതാണ് മർദ്ദിച്ചതെന്ന് മകൻ യദുസാൻ പ്രതികരിച്ചു. കൂട്ടുകാരന്റെ പിറന്നാളാഘോഷം കഴിഞ്ഞ് മടങ്ങും വഴിയാണ് യദുസാന്തിനെയും കൂട്ടുകാരനെയും മർദ്ദിച്ചത്. കൂട്ടുകാരുമായി സംസാരിച്ചിരിക്കുമ്പോൾ തമാശയ്ക്ക് കല്ലെറിഞ്ഞു കളിക്കുകയായിരുന്നു. അതിനിടെ ഒരു കല്ല് ഫ്ലക്സ് ബോർഡിൽ കൊള്ളുകയായിരുന്നു. അതിനടുത്ത് തന്നെ BJP മന്ദിരമുണ്ടായിരുന്നു. അവിടെ നിന്ന് 2 പേർ വന്ന എന്തിനാണ് ബോർഡിലേക്ക് കല്ലെറിഞ്ഞതെന്നാണ് ചോദിച്ചു. വീണ്ടും 2 പേർ വന്ന ഹെൽമറ്റ് കൊണ്ട് മർദ്ദിച്ചുവെന്നും യദു പറഞ്ഞു. മനസാക്ഷിയില്ലാത്ത മർദ്ദനമാണ് കുട്ടിക്ക് നേരെയുണ്ടായതെന്ന് സന്തോഷ് കീഴാറ്റൂരും പറഞ്ഞു. M5 ന്യൂസ്, കണ്ണൂർ.
രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് ഒരു മാസം. 26 വിനോദസഞ്ചാരികളാണ് ബൈസൺ താഴ്വരയിൽ ഉറ്റവരുടെ മുന്നിൽ വെച്ച് പാക് ഭീകരരുടെ വെടിയേറ്റ് മരിച്ചു വീണത്. പാക് ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം നീതി നടപ്പാക്കി. ഭീകരവാദികളെ പിന്തുണക്കുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. ഏപ്രിൽ 22-നാണ് 100 കണക്കിന് വിനോദസഞ്ചാരികൾക്കിടയിലേക്ക് കയ്യിൽ തോക്കുകൾ ഏന്തിയ കൊടും ഭീകരരെത്തിയത്. പുരുഷന്മാരെ മാറ്റി നിർത്തി മതം ചോദിച്ചറിഞ്ഞ ശേഷം പോയിന്റ് ബ്ലാങ്കിൽ വെടിയുയർത്തി പ്രിയപ്പെട്ടവരുടെ കൺമുന്നിൽ വെച്ച് മരിച്ചു വീണത് മലയാളിയായ രാമചന്ദ്രൻ അടക്കം 26 സാധു മനുഷ്യരായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിനും ശേഷം ആദ്യമായി രാജസ്ഥാൻ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്നും സിന്ദൂരം മായ്ക്കാൻ ശ്രമിച്ചവരെ അവരുടെ മണ്ണിൽ പോയി നശിപ്പിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിനും അതിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി രാജസ്ഥാൻ സന്ദർശിക്കുന്നത്. രാജ്യം ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്ന് വ്യക്തമാക്കിയ മോദി സിന്ദൂരം മായ്ക്കാൻ ശ്രമിച്ചവരെ അവരുടെ മണ്ണിൽ പോയി നശിപ്പിച്ചെന്ന് രാജസ്ഥാനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇന്ത്യയുടെ രൗദ്രഭാവമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. സിന്ദൂരം തുടച്ചു നീക്കുന്നവരെ ചാരമാക്കി നമ്മൾ മാറ്റി. നീതിയുടെ പുതിയ രൂപമാണ് ഈ ഓപ്പറേഷൻ. ആദ്യമായി ഭീകരരുടെ ഹൃദയത്തിൽ തന്നെ പ്രഹരമേൽപ്പിക്കാൻ രാജ്യത്തിന് സാധിച്ചുവെന്നും മോദി പറഞ്ഞു. ഭീകരവാദാക്രമണങ്ങൾക്ക് രാജ്യം തക്കതായ മറുപടി നൽകുമെന്ന് മോദി പറഞ്ഞു. ആറ്റം ബോംബ് ഭീഷണിക്കൊന്നും ഇന്ത്യയെ ഭയപ്പെടുത്താനാകില്ല. ഭീകരവാദത്തെയും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനെയും രണ്ടായി കാണില്ല. പാകിസ്ഥാന്റെ കപടമുഖം തുറന്നുകാട്ടാൻ നമ്മുടെ സംഘം ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. എപ്പോഴൊക്കെ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നു അപ്പോഴെല്ലാം പരാജയപ്പെട്ടു. ഇനിയും ആക്രമിക്കാൻ വന്നാൽ നെഞ്ചുവിരിച്ച് നിന്ന് തന്നെ അതിനെ നേരിടുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. M5 ന്യൂസ്, ന്യൂഡൽഹി. സ്പോർട്സ്. IPL-ലെ തകർപ്പൻ പ്രകടനത്തിന് പിന്നാലെ യുവതാരം വൈഭവ് സൂര്യവംശി ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ അണ്ടർ-19 ടീമിൽ. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആയുഷ് മാത്രയാണ് ടീമിനെ നയിക്കുക. മലയാളി താരം മുഹമ്മദ് ഇനാനും ടീമിലുണ്ട്. ജൂൺ 24 മുതൽ ജൂലൈ 23 വരെയാണ് പര്യടനം. ഇനി കാലാവസ്ഥ. കാലവർഷം എത്തിയതിനു പിന്നാലെ ഇത്തവണത്തെ ആദ്യ ന്യൂനമർദ്ദം അറബിക്കടലിൽ രൂപപ്പെട്ടു. മധ്യകിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. തുടർന്ന് വടക്കോട്ട് നീങ്ങുന്ന ന്യൂനമർദ്ദം അടുത്ത 36 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേരളത്തിലടക്കം മഴ ശക്തമാകും. നിലവിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.81 വിജയ ശതമാനം. 3,70,642 കുട്ടികൾ പരീക്ഷ എഴുതി. ഇതിൽ 2,88,394 പേർ ഉപരിപഠനത്തിനായി യോഗ്യരായി. കുട്ടികളിൽ സമ്മർദ്ദം ലഘൂകരിക്കാനും ഉല്ലാസത്തിനുമായി സ്കൂളുകളിൽ പ്രത്യേക സമയം ഏർപ്പെടുത്തണമെന്ന മുഖ്യമന്ത്രി. രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ RSS നേതാവായ ഗുരുമൂർത്തിയെ പങ്കെടുപ്പിച്ചതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത്. രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കുള്ള വേദിയല്ല രാജ്ഭവൻ എന്ന VD സതീശൻ. കാര്യങ്ങൾ പഠിക്കാതെ പറയുന്ന ആളെന്ന VD സതീശൻ എന്ന BJP നേതാവ് V മുരളീധരൻ. എറണാകുളത്ത് 4 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത്. കുട്ടിയെ കഴിഞ്ഞ 1 വർഷമായി പീഡിപ്പിച്ചിരുന്നതായി അച്ഛന്റെ സഹോദരനായ പ്രതി മൊഴി നൽകി. SFI തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് BJP-യിൽ ചേർന്നു. CPM മരുമക്കത്തായത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഇടമില്ലാത്ത അവസ്ഥയാണെന്ന ഗോകുൽ. ഇതോടുകൂടി റൗണ്ട് അപ്പ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.